മലകളും പള്ളികളും കുളി. ഇപ്പോൾ ആടിനെ കണ്ട ശരിക്കും ഭൂതമാണെന്നേ തോന്നും. വല്ലാത്ത മയക്കം, അങ്ങോട്ട് ചാരിയിരിക്കാം. ആടിനാണെങ്കിലോ താൻ ഇരുന്നിടം ഗുഹയാണെന്നറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥന് സിംഹം അവിടെ എത്തി. ഇതാണ് ഈ പുതിയ ജന്തു. ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് വീണു. എന്നിട്ട് ഉറക്കെ ഗർ എന്ന് അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരാളോ? ഇത് കേട്ടാട് ശരിക്കും പേടിച്ചു. എന്തായാലും മരിക്കും. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആടും ശബ്ദമുയർത്തി, അത് ചോദിക്കാൻ നീ ആരാണ്? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു. ഇവനാണ് ചില്ലറക്കാരനല്ലല്ലോ. അങ്ങനെ സിംഹം സകല ശ്വാസം ഉള്ളിലേക്ക് സിംഹവും ശബ്ദമുയർത്തി, ഞാൻ കാട്ടിയ രാജാവ് സിംഹം, എന്റെ ഗുഹയിൽ നിന്ന് വേഗം പുറത്തിറങ്ങും. അപ്പോൾ ആട് പറയും, അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവെന്ന് പറഞ്ഞ് നടക്കുന്ന സിംഹം? നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടിനും രാജാവ്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ചോടി. ഈ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറുക്കൻ സിംഹത്തിന്റെ പിന്നാലോടി. രാജാവേ, ഒന്ന് നിന്നോളൂ, അങ്ങേ എങ്ങോട്ടാ ഓടുന്നേ? നിൽക്കാൻ നേരമില്ല, ആ ചക്രവർത്തിയുടെ കഥ കഴിക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തുവിന്റെ ഗുഹയിലിരിക്കും. എനിക്ക് കാട് രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതും കാട് ഞാൻ നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കൻ ഉള്ളിൽ ചിരിച്ചു. രാജാ പ്രഭു, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിട്ട് വരാം. ഗുഹയ്ക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ കുറുക്കനാള് പിടികിട്ടി. വീണ്ടും സിംഹത്തിന്റെ അരികിലെത്തി. പ്രഭു, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അതെങ്ങനെ നിനക്കറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോചിച്ചിട്ടുള്ളതാ. അങ്ങ് വന്നാലോ? പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാലും മതി. കാട്ടിലെ രാജാവെ, ഞാൻ ഒരു